പഠന കാലയളവിൽ തന്നെ കവിതകളും ലേഖനങ്ങളും എഴുതുന്ന ഇദ്ദേഹം ഒരു കഥാപ്രാസംഗികനായിട്ടാണ് ആദ്യം പൊതുവേദിയിൽ വരുന്നത്. 1993 നിളയുടെ തീരങ്ങളിലൂടെ എന്ന സാംസ്കാരിക പഠന ഗ്രന്ഥം പിന്നീട് ദൂരദർശൻ്റെ ഡോക്യുമെൻ്ററി പരമ്പരയായിട്ടുണ്ട്. ഒരു സ്വതന്ത്ര പത്രപ്രവർത്തകൻ കൂടിയായ ലീലാകൃഷ്ണൻ ആനുകാലികങ്ങളിൽ കവിതകളും ലേഖനങ്ങളും എഴുതി വരുന്നു. അനശ്വരമായ വാക്കുകളുടെ പ്രവാഹത്തിൻ്റെ ഉടമയാണ് ലീലാകൃഷ്ണൻ എന്ന് നമുക്ക് പറയുന്നത്. ഒരു വലിയ കൈയടി കൊടുക്കാം. രണ്ട് ഡാൻസ് ഉണ്ട് തൊട്ടടുത്തത്, 5-10 മിനിറ്റ്. അത് കഴിഞ്ഞ് നമ്മുടെ കുറച്ച് പാട്ടുകളുടെ കേൾക്കാം. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം വയലാറിൻ്റെ 4 വിപ്ലവ ഗാനങ്ങളും നമ്മുടെ എല്ലാ പാട്ടുകാരും കൂടെ ചേർന്ന് അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വെറൈറ്റി ഓഫ് പ്രോഗ്രാം കഴിയുന്ന നേരത്തെ നമുക്ക് 7:30 ആയിട്ടുള്ളൂ. 9 മണിക്ക് പ്രോഗ്രാം തീരുന്നത്. വാക്കുകളെ ചേർത്ത് അത്ഭുതകരമായ സംഗീതം അദ്ദേഹം ഉണ്ടാക്കി. കാളിദാസൻ തൊട്ടുള്ള എല്ലാ കവികളെയും ഭാരതീയ കവികളെയും നമുക്ക് പരിചയപ്പെട്ടിരുന്നു. കീറ്റ്സിനെയും ഷെല്ലിയെയും ഓമർ ഖയാമിനെയും സോളമനെയും ഉത്തമഗീതത്തിലെ സോളമനെയും അടക്കം ലോകത്തുണ്ടായ മുഴുവൻ കാവ്യ സൗന്ദര്യങ്ങളെയും അദ്ദേഹം പാട്ടിലേക്ക് ചാലിച്ചെഴുതി തന്നു. മധുചന്ദ്രികയുടെ ചായത്തണികയിൽ മഴവിൽ പൂങ്കൊടി ചാലിച്ച് ചങ്ങമ്പുഴ എഴുതിയ കവിതയുടെ സരണിയെ മറ്റൊരു തരത്തിലേക്ക് തിരിച്ചുവിട്ടു. വയലാറിന്റെ കവിത ഉപനിഷത്ത് സൂക്തികളും ഋഗ്വേദ മന്ത്രങ്ങളും ആദ്യകാലത്തെ എല്ലാ സംസ്കൃതികളും അതോടൊപ്പം മാർക്സിസവും ഗാന്ധിസവും ലോകത്തുണ്ടായ എല്ലാ ദർശനങ്ങളും കോർത്ത് ഒരു വർണ്ണ നദി പോലെ കൊളാഷ് തീർത്തൊഴുകുന്ന ഒരു സംസ്കൃതി നമുക്ക് സമ്മാനിച്ചു. മലയാളിയുടെ ലോകബോധത്തെ വളർത്തിയെടുത്തത് വയലാറിന്റെ പാട്ടുകളാണ്. നമുക്ക് യഥാർത്ഥത്തിൽ പ്രണയം സമ്മാനിച്ചത് വയലാറാണ്. നമുക്ക് സമരം സമ്മാനിച്ചതും വയലാറാണ്. പക്ഷെ പ്രണയവും സമരവും ഒരുമിച്ച് കിട്ടിയിട്ടാണ് നവോത്ഥാനാനന്തര കാലത്ത് മലയാളി മനുഷ്യനായത്. കുമാരനാശാന് ശേഷം പൂർണ്ണ സ്നേഹഗായകൻ എന്ന് പറയാവുന്ന കവിയായിരുന്നു. അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്, മാനത്ത് ദൈവമില്ല, മണ്ണിലും ദൈവമില്ല, മനസ്സിനുള്ളിലാണ് ദൈവം. മനസ്സിലെ ദൈവം മനുഷ്യനു നൽകിയ മണിവിളക്കല്ലോ സ്നേഹം. അല്ലെ, മനുഷ്യന് നൽകിയ മണിവിളക്ക് സ്നേഹമാണ്. ഇത് ആവർത്തിച്ചു വയലാർ പാട്ടുകളിൽ പ്രണയമായി, ദയയായി, കാരുണ്യമായി, ഭക്തിയായി, എല്ലാ വികാരങ്ങളുമായി പടർത്തി. ഇവിടെ ചൊല്ലിക്കെട്ട എത്രയോ പാട്ടുകൾ. ഒരു പ്രധാനപ്പെട്ട പാട്ട് ഞാൻ വരുമ്പോൾ പാടിയത്, പ്രളയപയോധിയിൽ ഉറങ്ങി ഉണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ, പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ. ഈശ്വര ദർശനവും കാലദർശനവും ഇങ്ങനെ സമന്വയിപ്പിച്ച ഒരു നവോപനിഷത്ത് വയലാർ മുമ്പുണ്ടാക്കിയത് ഒരു ഉപനിഷത്താണ്. മന്വന്തരങ്ങൾ ജനിച്ചു മരിക്കും ഈ മൺമതിൽ കെട്ടിനു മുകളിൽ, ഋതുക്കൾ നിൻ പ്രിയ മാനസപുത്രികൾ ഇടം വലം നിൽക്കും തേരിൽ, സൗരയൂഥങ്ങളിൽ നീ വന്ന് വിതയ്ക്കും സൗരഭ്യം, എന്തൊരു സൗരഭ്യം കാലമേ, ഇനി എത്ര വസന്തങ്ങൾ പൊഴിഞ്ഞാലും ഈ സൗരഭ്യം എനിക്ക് മാത്രം. ഇങ്ങനൊരു ചരണം ഉണ്ടാക്കിയിട്ട് അതിന്റെ അർത്ഥത്തെ താഴ്ത്താതെ മറ്റൊരു തലത്തിൽ അതേ മീറ്ററിൽ ഒരു ചരണമുണ്ടാക്കാൻ അസാമാന്യമായ സ്റ്റാമിന വേണം. അതാണ് സ്വർണപത്രം കൊണ്ട് സത്യം മറയ്ക്കും ഈ സംക്രമ സന്ധ്യതൻ നടയിൽ, പ്രപഞ്ചം ചുണ്ടിൽ നിന്ന് നാമാക്ഷരവുമായി പ്രദക്ഷിണം വയ്ക്കും വഴിയിൽ, സ്വർഗദീപാവലി നീ വന്ന് കൊളുത്തും സൗന്ദര്യം, എന്തൊരു സൗന്ദര്യം കാലമേ, ഇനി എത്ര ജന്മങ്ങൾ കൊഴിഞ്ഞാലും ഈ സൗന്ദര്യം എനിക്ക് മാത്രം. പ്രപഞ്ചത്തിലെ സമസ്ത സൗന്ദര്യവും സമസ്ത സൗരഭ്യവും കോരി കുടിച്ചു മതിച്ച് 47-ാമത്തെ വയസ്സിൽ പോയ ഒരു അസാധാരണ ഗന്ധർവ ജന്മമാണ്. കേസരിയ ബാലകൃഷ്ണപിള്ള മലയാളികളുടെ അടിസ്ഥാന നരവംശാസ്ത്രപരമായ സ്വഭാവങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈണക്കമ്പം, താളക്കമ്പം, നടന നൃത്തഭ്രമം, നേരിയ വിഷാദാത്മകത്വം. ഒരു നരവംശം എന്ന നിലയിൽ നമ്മുടെ സഹജമായ സ്വഭാവങ്ങൾ ഈണക്കമ്പവും താളക്കമ്പവും നടന നൃത്തഭ്രമവും നേരിയ വിഷാദാത്മകത്വവുമാണ്. ഈ നേരിയ വിഷാദാത്മകത്വം അത്യന്തം അപകടം നിറഞ്ഞതാണ്. ഈ ആദ്യം പറഞ്ഞ 3 അപ്രത്യക്ഷമായാൽ നേരിയ വിഷാദാത്മകത്വം കൂടിയ വിഷാദാത്മകത്വമായി വിഷാദ രോഗികളായി മരിക്കുകയോ
ആത്മഹത്യ ചെയ്യുകയോ ക്രിമിനലുകളായി മാറുകയോ ചെയ്യാവുന്ന നരവംശാസ്ത്രപരമായ സവിശേഷതയുള്ള ജനതയാണ് മലയാളികൾ. അവർ അത് മറികടക്കുന്നത് ഈണങ്ങൾ കൊണ്ടാണ്, പാട്ടുകൾ കൊണ്ടാണ്, താളങ്ങൾ കൊണ്ടാണ്. പാട്ടിൽ താളമുണ്ട്, ചെണ്ട പോലുള്ള അനവധി താളങ്ങൾ നമുക്കുണ്ട്. മറ്റൊന്ന് നടന നൃത്ത ഭ്രമമാണ്. കഥകളി, രാമനാട്ടം, കൃഷ്ണനാട്ടം തൊട്ട് മോഹിനിയാട്ടം വരെ എണ്ണമറ്റ നൃത്തരൂപങ്ങൾ. ഈ കലപ്പണിട്ട നിരന്തരമായ അനുഭവങ്ങളിലൂടെ കടന്നിട്ടാണ് നമ്മൾ നേരിയ വിഷാദാത്മകത്വത്തെ കൂടാതെ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് വയലാർ നഷ്ടപ്പെട്ടാൽ നമ്മുടെ വിഷാദാത്മകത്വം കൂടും. വയലാർ പോയെങ്കിലും ഭാസ്കരനൊക്കെ നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ വിഷാദാത്മകത്വം കൂടി വരും. അതിന് പരിഹാരമാണ് ഇപ്പോൾ സുരഞ്ജിനി മ്യൂസിക് ഫോർ. പാട്ടിനിടയിൽ നിന്ന് വർത്തമാനം പറയുക എന്നത് വലിയൊരു ദ്രോഹമാണ്. കാരണം പാട്ടിനിടയിൽ വർത്തമാനം കേൾക്കാനൊന്നും ആളുകൾക്ക് ഇപ്പോൾ വലിയ താല്പര്യമില്ല. ഈ റീൽ കൾച്ചറിന്റെ കാലത്ത് 1 മിനിറ്റിൽ കൂടുതൽ ആളുകളുടെ ശ്രദ്ധ എവിടെയും നിൽക്കില്ല. പാട്ട് തന്നെ 3 മിനിറ്റാണ്. അതിലപ്പുറത്തേക്ക് ഒരു പാട്ടും കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ശിവേട്ടൻ എന്തോ സാഹസമായിട്ടാണ് അവിടെ പ്രസംഗിക്കാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. മലയാളിയുടെ എല്ലാ ഋതുക്കളെയും അറിഞ്ഞത് വയലാറിൽ നിന്നാണ്. 6 ഋതുക്കൾ മാത്രമല്ല, വയലാർ എന്നൊരു ഋതുവും കൂടി മലയാളികളുടെ 7 ഋതുക്കളാണ് മലയാളിക്കുള്ളത്. 7ാമത്തെ ഋതുവിന്റെ പേരാണ് വയലാറാണോ. ഇപ്പൊ നേരത്തെ ഇവിടെ പാടിയ പാട്ടുകളൊക്കെ അത് തുളുമ്പി വന്നു. കാളിദാസനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. സ്ഥിതാക്ഷണം പക്ഷ്മസു താടിലാധര പയോധരേൽ സേത നിപാത ചൂർണിത വലിഷു തസ്യാ സ്ഖലിത തപേതിരേ ചിരേണ നാഭിം പ്രഥമോദബിന്ദവ. ഇത് കാളിദാസന്റെ കുമാരസംഭവത്തിലെ ഒരു പദ്യമാണ്. പാർവതി തപസ് ചെയ്യുമ്പോൾ പാർവതിയുടെ കൺപീലികളിൽ ആദ്യത്തെ പ്രഥമോദ ബിന്ദു മഴത്തുള്ളി വീണ് കവിളിലൂടെ ഒലിച്ചിറങ്ങി മാറിലൂടെ താഴേക്ക് പോയി പുക്കിൾക്കുഴിയിൽ നിറഞ്ഞതായിട്ട് കാളിദാസൻ കാണിച്ചിരുന്ന ലോകത്തെ ഏറ്റവും മനോഹരമായ രൂപമാണ്. നമ്മളത് വായിച്ചിട്ടുണ്ടാവണമെന്നില്ല, പക്ഷെ വയലാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു സാധാരണ സിനിമപ്പാട്ടാണ്. ഭൂമിദേവി പുഷ്പിണിയായി എന്ന സിനിമയിലെ ഒരു പാട്ടാണ്. കൺപീലികളിൽ തങ്ങി സ്ഥിതാക്ഷണം പക്ഷിന്റെ നേരിട്ട് പരിഭാഷയാണ്. കവിളിലെ കമലക്കൂമ്പുകൾ തുള്ളി മാറിൽ തട്ടി തടഞ്ഞ് ചിതറി മൃദു രോമങ്ങളിൽ ഇടറി പുക്കിൾ കുഴി ഒരു തടാകമാക്കിയ പവിഴമഴത്തുള്ളി പണ്ട് ശ്രീ പാർവതിയെ പോലെ നിന്നെയും പുഷ്പിണിയാക്കി. നീർമഴ പൂമഴ തേന്മഴ മഴയിൽ കുതിരുന്നൊരഴകേ നനയുന്നത് കഞ്ചുകമോ സഖി നിന്നെ യൗവനമോ. ഈ പാട്ട് കേട്ടപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് കാളിദാസനെ കറന്നെടുത്ത കവിതയാണെന്ന് വിചാരിച്ചു? നിങ്ങളെ കൊണ്ട് വിചാരിപ്പിക്കണമെന്നില്ല. നിങ്ങളുടെ വികാരത്തിൽ അബോധത്തിൽ കാളിദാസനെ കലർത്തുക എന്നതാണ് വയലാറിന്റെ ലക്ഷ്യം. കാളിദാസൻ എത്രയോ കവിതകൾ വന്നിട്ടുണ്ട്. ഉർവശി എന്നൊരു മാളവിക ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്പതിമയിൽ മാലയിട്ടു. ഉർവശി എന്ന മാളവിക, വിക്രമോർവശിയവും മാളവികത്തിന് മിത്രവും. 2 കാവ്യങ്ങൾ 2 വരിയിലാണ്. ഉർവശി എന്നൊരു മാളവിക ഋതുദേവതയായി നൃത്തം വെച്ചു. ഋതുസംഹാരം എന്ന കാളിദാസ കാവ്യമാണ്. മുനികന്യകയായി പൂജിച്ചു. അഭിജ്ഞാന ശാകുന്തളം എന്ന കാളിദാസ കാവ്യമാണ്. ഹിമഗിരി കന്യയായി തപസ്സിരുന്നു. കുമാരസംഭവം എന്ന കാളിദാസ കാവ്യമാണ്. ഒറ്റ പാട്ടിനകത്താ ഒരു പാട്ടിനുള്ളിൽ കൊണ്ടുവന്നിരിക്കുക. ചന്ദ്രിക ചന്ദനമുഴുക്കാപ്പൂച്ചാർത്തും ഗന്ധമാദനഗിരിക്കരികിലൂടെ പറന്നു പോകും അരയന്ന പീലികൾ വിരിച്ചുറങ്ങാൻ തൂവൽ കിടക്കയായി ഇന്ദുക്കലാമൗലി തൃക്കൈയിലോമനിക്കും സ്വർണ്ണമാൻ കേട്ട എന്റെ സഖിയായി കന്മനം മണക്കും കൈലാസത്തിലെ കല്ലൊഴിയുമെന്റെ സഖിയായി പ്രിയ സഖിയായി. കാളിദാസനാണ്, മുഴുവൻ കാളിദാസനാണ്. എന്റെ നാട്ടിലാണ് പാടിയത്. ഹിന്ദുക്കലാമൗലവി ഫുൾക്കൈയിലോമനിക്കും. അവർക്ക് മൗലിയെ പരിചയം.
മൗലവി അനുകരിച്ചു. മൗലവിയാണ് ഫുൾ കൈ ഉള്ളത് അല്ലേ? ഹിന്ദുക്കാര മൗലവി ഫുൾ കൈയിലോ. പക്ഷെ അത്രയൊക്കെ കാളിദാസനെ നമ്മൾ മനസ്സിലാക്കി. പക്ഷെ വയലാർ കാളിദാസനെ പല രീതിയിൽ നമുക്ക് തന്നു. കാളിദാസനെ മാത്രമൊന്നുമല്ല, എത്രയെത്രയോ പാട്ടുകളിൽ ഡാലിയ പൂക്കളെ ചുംബിച്ചു ചുംബിച്ചു ദാഹിച്ചുറങ്ങും പ്രിയ മനോരാജ്യമേ, ഹേമാംബരാഡംബരാംഗിയായി മേവുന്ന ഹേമന്തരാത്രികൾ മുഗ്ധ സൗന്ദര്യമേ, ഓടക്കുഴലിൻ സ്വരാമൃതമോ കയ്യിൽ ഓമഖയാമിന്റെ മുന്തിരിപത്രമോ, ഷെല്ലി രചിച്ചോ ഒരു അനശ്വര കാവ്യമോ. ഇല്ല, എന്തൊക്കെ വന്നു? ഒരു പാട്ടിന്റെ 4 വരിയിൽ ഓമഖയാം വന്നു, ഷെല്ലി വന്നു, ഹേമാംബരാഡംബരാംഗി. അത് ലളിതാ സഹസ്രനാമാണ്. ഹേമാംബരാഡംബരാംഗി. ഇപ്പൊ ഷെല്ലിയെയും ഓമഖയാമിനെയും ലളിതാ സഹസ്രനാമത്തെയും കൂട്ടിക്കെട്ടാൻ ലോകത്തൊരു കവിക്കേ പറ്റിയിട്ടുള്ളൂ. ആ കവിയുടെ പേരാണ് വയലാർ രാമവർമ്മ. സമസ്ത സൗന്ദര്യങ്ങളെയും നമ്മൾ അറിയാതെ നമുക്ക് പകർന്നു തരാം. നമ്മുടെ ചഷകങ്ങൾ നിറയെ ഇനി നിറയ്ക്കുന്ന നിശാചഷകങ്ങളിൽ അവയിലെ മധുരിമ നിറയട്ടേതല്ലേ വധൂവരന്മാർക്ക് കൊടുക്കുന്നത്. വധൂവരന്മാരെ, പ്രിയ വധൂവരന്മാരെ, വിവാഹമംഗളാശംസകളുടെ വിടർന്ന പൂക്കളിത ഏത് വധൂവരന്മാർക്കും ഏത് കാലത്തും കൊടുക്കാവുന്നതാണ്. ഇനി നിറയ്ക്കുന്ന നിശാചഷകങ്ങളിൽ അല്ലേ, ഈ വാക്കുകളിലൊക്കെ നിറച്ചിരിക്കുന്ന ചില സൗന്ദര്യങ്ങൾ. വള്ളത്തോട്ടൊരു കവിതയുണ്ട്, വായിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല. വെണ്ണ തൊഴുക്കും ഉടലിൽ സുഗന്ധിയാമെണ്ണ തേച്ചരയിൽ ഒറ്റമുണ്ടുമായി തിണ്ണമേലവനും അന്നതാങ്കി മുക്കണ്ണനേകി വിഴികൾക്കൊരു ഉത്സവം. ഇത് വായിച്ചില്ലെങ്കിലും 2 പാട്ടുകൾ നമുക്ക് അതിലേക്ക് പോകാം. വെണ്ണ തൊഴുക്കും ഉടലിൽ അല്ലേ, വെണ്ണ തൊഴുക്കും ഉടലോടെ ഇളം വെണ്ണിലാവിൻ തളിർ പോലെ രാഗിണി മനോഹാരിണി രാത്രി രാത്രി വിടരും നീ അനുരാഗ പുഷ്പിണി വെണ്ണത്തോൽക്കുമുടലോടെ. വെണ്ണത്തോൽക്കുമുടലിൽ സുഗന്ധിയാമെണ്ണതെ ചരയിൽ ഒറ്റമുണ്ടുമായി. കരയിലൊറ്റ മുണ്ടുടുത്ത പെണ്ണെ, അടിവൈര കമ്മലിട്ട പെണ്ണെ, ആടിവാ തുള്ളിയോടിവാ ആടിമാസ പുലരി പെണ്ണെ. ഒരു മഹാകവിയുടെ 2 വരിയിൽ നിന്ന് 2 മഹാഗാന കാവ്യങ്ങൾ വയലാറുണ്ടാക്കും. ഇന്നലെ രാത്രിയിൽ ഞാനൊരു പൂവിന്റെ മന്ദസ്മിതത്തിൽ കിടന്നുറങ്ങിയത് ചങ്ങമ്പുഴ വരികളാണ്. മഞ്ഞിൽ മനോഹര ചന്ദ്രികയിൽ മുങ്ങി മറയ്ക്കാതെ എന്നനുരാഗമാ ഓതി തൾപ്പൂവിലെ മന്ദസ്മിതത്തിൽ കിടന്നുറങ്ങി വന്നു നീ കിടന്നുറങ്ങി. ഇന്ദുമുഖി ഇന്ദുമുഖി എന്തിനു നീ സുന്ദരിയായി. ഇന്ദുമുഖി ഇന്ദുമുഖി. മറ്റൊരു പാട്ടിൽ തുറന്നിട്ട ജാലകങ്ങൾ അടച്ചോട്ടെ, തൂവൽ കിടക്കാൻ വിരിച്ചോട്ടെ, നാണത്തിൽ മുത്തുമേ മുത്തുവിളക്കിൻ്റെ മാണിക്ക കണ്ണും കുത്തിത്തോട്ടെ. അതിൽ മഞ്ഞുമ്മ വെച്ചു മയങ്ങുന്ന പൂവിന്റെ മന്ദസ്മിതത്തിൽ കിടന്നുറങ്ങും. മഞ്ഞുമ്മ വെച്ച് മയങ്ങുന്ന പൂക്കളൻ മന്ദസ്മിതത്തിൽ കിടന്നുറങ്ങും. നമുക്കൊരു വലിയ കാവ്യ വിദ്യാഭ്യാസം വയലാറിന്റെ. അതുകൊണ്ടാണ് നമുക്ക് ഈ പൊട്ട കവിത കണ്ടാൽ ഉടനെ മലയാളി മുഖത്തിൽ. ഞങ്ങളെപ്പോഴും പറയാറുണ്ട്, കവിതയ്ക്ക് ഇനി മറ്റൊരു ടെസ്റ്റ് ഡോസ് വേണ്ട. വയലാറും ONV സാറും ഭാസ്കരൻ മാഷും കൂടി മലയാള കവിതയ്ക്ക് ഒരു മാനദണ്ഡ രേഖ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് നമ്മൾ പൊട്ടപ്പാട്ടുകളാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ. വയലാറൊന്നും ഒരു കാമുകയും മോശമായിട്ട് സംബോധന ചെയ്തിട്ടില്ല. ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാതുകം പുറത്തു വെക്കു നീ നഗ്നപാതയായ കത്തുവരും, സാലഭഞ്ജികകൾ കൈകളിൽ കുസുമകാലമേന്തി വരവേൽക്കും, പഞ്ചലോഹമണിമന്ദിരങ്ങളിൽ മൺവിളക്കുകൾ പൂക്കും അല്ലെ. അങ്ങനത്തെ ഒരു
അഭിസംബോധന കാമുകിമാർ മറ്റ് ഭാഷയിലൊന്നും കേട്ടില്ല. രാഗഭിക്ഷുണി എന്ന് ചങ്ങമ്പുഴ ഒരു കവിത എഴുതിയിട്ടുണ്ട്, രാഗഭിക്ഷുണി. അതിൽ നിന്നാണ് പ്രേമ ഭിക്ഷുകി 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 ഏതു ജന്മത്തിൻ ഏതു സന്ധ്യയിൽ എവിടെ വച്ചു നാം കണ്ടു ആദ്യമായി എവിടെ വച്ചു നാം കണ്ടു. നടന്നും തളർന്നും തലമുറകൾ വന്ന് ചവിട്ടിക്കുഴച്ചിട്ട വീഥികളിൽ പതിഞ്ഞ നമ്മൾ തൻ കാലടിപ്പാടുകൾ പൊടി വന്ന് മൂടിക്കിടന്നു. എന്തൊരു സങ്കല്പമാണ്! നമ്മൾ അനവധി യുഗങ്ങളായി പ്രണയപരവശരായി നടന്നും തളർന്നും വന്ന വഴിയിൽ നമ്മുടെ പാദമുദ്രകൾ പൊടി വന്ന് മൂടിക്കിടക്കുന്നത്. അത് മാറ്റി നോക്കിയാൽ നമ്മൾ ആദിമ കമിതാക്കളാണ്. യഹോവയുടെ കാലം തൊട്ടില്ലേ ഇഷ്ടപ്രാണേശ്വരി പോലെ പറയുന്ന പാട്ടുകളൊക്കെ നമ്മൾ കേൾക്കുന്ന ഏദൻ തോട്ടത്തിന്റെ കാലം മുതൽക്കുള്ള പ്രണയ സഞ്ചാരങ്ങൾ വയലാർ എത്രയോ പാട്ടുകൾ. സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു, ആരും തുറക്കാത്ത പൂമുഖവാതിലിൽ അന്യനെ പോലെ ഞാൻ നിന്നു. സന്യാസിനി എന്നൊരു കാവ്യം. സന്യാസിനി ആത്മീയമാണ് പ്രണയം. അത് കുമാരനാശാന്റെ വഴിയാണ്. കുമാരനാശാൻ പറയുന്നുണ്ടല്ലോ വാസവത്തേക്ക് ഉപഭുക്തനോട് പ്രേമമായിരുന്നു. പക്ഷെ പറഞ്ഞപ്പോഴൊക്കെ സമയമായില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒഴിഞ്ഞു കളഞ്ഞു. അവസാനം സമയമായത് എപ്പോഴാണ്? നാൽപ്പാമര അരിഞ്ഞതുപോലെ വാസവത്തെ അരിഞ്ഞു കൂട്ടിയിട്ടിരിക്കുക, പ്രാണൻ പിടഞ്ഞു പോവുകയാണ്. അപ്പോഴാണ് പ്രേമത്തിന് സമയമായി എന്ന് ഉപഭുക്തൻ തീരുമാനിക്കുന്നത്. ആ കിടപ്പിലും അവൾ ആ യുവമുനിയെ വീക്ഷിപ്പാൻ പൊക്കിയിടുന്നു തല രാഗവൈഭവം കണ്ടു. പക്ഷെ കരുണ വായിച്ചിട്ട് പറയില്ല, യാതൊരു പ്രയോജനവും ശരീരം കൊണ്ട് ഇല്ലാതായിട്ടും ആ നിമിഷത്തിലും തൻ്റെ കാമുകന് വേണ്ടി മുഖമുയർത്തി തലയുയർത്തി നോക്കിയ ആ കാമുകയാണ് മലയാളിയുടെ പ്രണയസങ്കല്പത്തിലെ ആദ്യ നായിക. അവിടെ ഉടലുകളുടെ ഉത്സവമായിരുന്നില്ല പ്രണയം, ഉയിരുകളുടെ ഉന്മാദമായിരുന്നു. പ്രണയം ഒരു ആത്മീയ പ്രവർത്തനമാണെന്ന് ആശാനാണ് മലയാളികളെ പഠിപ്പിച്ചത്. അതിനുമ്പ് അങ്ങനെ ആയിരുന്നില്ല. കാവ്യകലയുടെ കമലപ്പൊയ്കകൾ, കണികണ്ടുണരും കവികൾ അനുഭൂതികളുടെ ഗോപസ്ത്രീകളെ ഒളികൾ നെയ്യുകയായിരുന്നു. കുരികക്കുടിയാൽ അവരുടെ മാറിൽ പൂവം വരികയായിരുന്നു. അവരുടെ മാറിലെ മധുകുംഭത്തിലെ അമൃത് കുടിക്കുകയായിരുന്നു. അപ്പോഴാണ് വല്ലനയാറിൻ തീരത്തിൽ പത്മപരാഗ കുടീരത്തിൽ വിളക്കുവയ്ക്കും യുഗകന്യകയൊരു വിപ്ലവഗാനം കേട്ടു. മാറ്റുവിൻ ചട്ടങ്ങളെ മാറ്റുവിൻ ചട്ടങ്ങളെ മാറ്റുവിൻ മാറ്റുവിൻ മാറ്റുവിൻ. ദാശനാണ്. രണ്ട് ശബ്ദങ്ങളുണ്ടായി. നിങ്ങളുടെ നിയമങ്ങൾ മാറ്റണമെന്ന് പറഞ്ഞു. ഇത് മാത്രമല്ല, പ്രണയം എന്നത് ശരീരത്തിനപ്പുറമാണ്. നാരായണിയുടെ അടയാളം എല്ലായിടത്തും ഉണ്ടെന്ന് ബഷീർ പിന്നീട് മതിലുകൾ എന്ന നോവലിൽ പറഞ്ഞു. നാരായണിയുടെ അടയാളം മതിലുകളാണ്, വിലക്കുകളാണ്. അപ്പോൾ അവിടെ ശരീരം വേണ്ട, നാരായണിയുടെ ശബ്ദം മാത്രം. ഈ ഒരു പ്രണയ സങ്കല്പം മലയാളികൾക്ക് തന്നത് വയലാർ തന്നു, ഭാസ്കരൻ മാഷ് തന്നു, ONV സാറും ഇവരൊക്കെ ചേർത്തേ പറയാൻ പറ്റൂ. ഒരു ദളം മാത്രം വിരിയുന്ന ചെമ്പനീർ മുകുളമായി നീ എന്റെ മുന്നിൽ നിന്നു, തരള കപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു എന്നാണ് ONV സാർ എഴുതുക. ശരീരം തൊടാതെ പ്രണയത്തിന്റെ ആത്മീയ ആനന്ദമാണ് ONV സാർ കാണിച്ചത്. ഇതൊക്കെ ഒരു കാലഘട്ടത്തിന്റെ സങ്കല്പമാണ്. മാനസേശ്വരി എന്നാണ് കാമുകിയെ വിളിച്ചത്, പ്രേമ ഭിക്ഷുകി എന്നാണ് കാമുകിയെ വിളിച്ചത്, സന്യാസിനി എന്നാണ് കാമുകിയെ വിളിച്ചത്, അങ്കനമാർ മൗലേ, അംശുമതി ബാലേ, അനങ്ക കാവ്യകലേ എന്നൊക്കെയാണ്. ഇല്ല, ഇന്നതൊക്കെ കേട്ട ചിലപ്പോൾ അടി കിട്ടും. നിനക്കത് കാമുകിയെ വിളിച്ചാൽ ഇതുവരെ തെറി പറഞ്ഞാൽ വിളിച്ചിട്ട് അടിക്കും. കാരണം ഈ വാക്കിൽ നിന്ന് അനങ്ക കാവ്യകലയെ നമ്മൾ കാമുകിയെ വിളിച്ചു, ആകെ പ്രശ്നമാവും. ഇപ്പൊ വിളിക്കാവുന്നത് രാക്ഷസിന്നാണ്. എൻകരണിൽ താമസിച്ചാൽ ഉമ്മ തരാം രാക്ഷസി. കാമുകിയെ രാക്ഷസി എന്ന് ലോകത്തിൽ ആദ്യമായി വിശേഷിപ്പിച്ചതും മലയാളികളാണ്. ONV സാറും വയലാറും ഒക്കെ അപ്രത്യക്ഷരായപ്പോൾ ഉടനെ കോഴി ചില്ലി ചിക്കൻ പീസായി നിന്നെ കൊത്തി വിഴുന്നു ഞാൻ. ഒരു പ്രേമഗാനമായിട്ട് പ്രേമ മൂത്താൽ കാമുകിയെ ചില്ലി ചിക്കൻ പീസാക്കിയിട്ട് കൊത്തി വിഴുങ്ങുന്നതാണ്. അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രേമ കത്തല്ല, പ്രേമ കുത്തല്ലേ. സകല കാമുകന്മാരും കാമുകിമാരെ കുത്തിക്കൊല്ലാണ്. കാമുകിമാര് തിരിച്ച് ജ്യൂസ് കൊടുത്ത് കൊല്ലാൻ തുടങ്ങിയില്ല. അത് അധികകാലം പോയില്ല അല്ലേ?
ഏതായാലും അതിൽ സ്ത്രീ പുരുഷ സമത്വം വരാതിരിക്കട്ടെ എന്നാണ് ഇപ്പോഴെന്നെ പ്രാർത്ഥന. അപ്പൊ പ്രണയത്തിന്റെ സങ്കല്പശേഷി നമുക്ക് നഷ്ടപ്പെട്ടു. ജന്മജന്മാന്തരങ്ങളിലൂടെ രണ്ട് സ്വപ്നാടകരെ പോലെ കണ്ടുമുട്ടിയ നിമിഷം നമ്മൾ എന്താത്മനിർവൃതി ആയിരുന്നു. വയലാറിനോട് പാട്ട് എഴുതി കൊടുക്കാൻ പറ്റാത്തൊന്നുമില്ല കേട്ടോ. അതൊക്കെ ഈ ദേവരാജന്റെ ഒരു പണിയാണ്. വലിയ അത്ര മതി, ബാക്കി ഞാൻ കൊണ്ട് പൂജിപ്പിച്ചതാണ്. ആ പാട്ടുകളൊക്കെ ഉണ്ട് അല്ലേ? വൈദ്യസാറിന് എത്രയോ പാട്ടുകൾ കൊണ്ട് പൂജിപ്പിക്കുന്ന പണി വലിയ എഴുതി കൊടുക്കാൻ പറ്റാത്തില്ല. നിങ്ങൾ വയലാറിന് എത്രയോ പാട്ടുകൾ കേൾക്കാം. ഇവിടെയോരോ ജീവതരംഗവും ഇണയെത്തേടും രാവിൽ നാണത്തിൽ മുങ്ങിയ കായലൻ കവിളിൽ നഖചിത്രമെഴുതും നിലാവിൽ നീയും ഞാനും നമ്മുടെ പ്രേമവും കൈമാറാത്ത വികാരമുണ്ടോ? ഓ സംഗമം സംഗമം ത്രിവേണി സംഗമം ശൃംഗാരപദമാടും യാമം മദാലസയാമം. ഈ യോഗിക്കാൻ പാട്ട് നിൽക്കും. അതില്ലാതെ ആ പാട്ട് നിൽക്കാൻ പറ്റില്ല. പാട്ട് സംഗീതത്തോട് ലയിക്കുന്ന ഒരു സവിശേഷ രാസവിദ്യ 50കൾക്ക് ശേഷമുള്ള മലയാളം, 54 ശേഷമുള്ള മലയാള കവിതകൾ, പാട്ടുകൾ, അത് ഗസലുകൾ പോലെ തന്നെയുള്ള വരികളായിരുന്നു. അതിമനോഹരങ്ങളായ വരികളായിരുന്നു. ആ വരികളിൽ ഇൻഹറന്റ് ആയ ഒരു സംഗീതം ഉണ്ടായിരുന്നു. അതിനുള്ളിൽ സംഗീതം ഉണ്ടായിരുന്നു. ഇതൊക്കെ പറഞ്ഞാൽ തന്നെ സ്വർണ്ണച്ചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ സ്വർഗസീമകളും അവയ്ക്കുന്ന സ്വപ്നമായിരുന്നെങ്കിൽ. ഇതിനകത്തൊരു കവിതയാണ്. ഈ കവിതയാണ് സ്വർണ്ണച്ചാമരം എന്നാക്കുന്നത്. പോയറ്റ് സാർ എഴുതിയ പാട്ടുണ്ട്. മാണിക്യ വീണയുമായൻ മനസ്സിന്റെ താമര പൂവിലൂണർന്നവരുടെ പാടുകില്ലേ വീണ മീട്ടുകില്ലേ നിന്റെ വേദനായെന്നോടു ചൊല്ലുകില്ലേ. ഇങ്ങനെ മഞ്ചരി കൊടുത്തിട്ട് ചൊല്ലിയേ എങ്ങനെ ഉണ്ടാവും? അത് നല്ല കവിതയാണ്. പക്ഷെ അതിൽ മാണിക്യ വീണ കണ്ടെടുക്കാൻ ഈ ഒരു പണി ദേവരാജനും ദക്ഷിണാമൂർത്തി സ്വാമിയും MS ബാബുരാജും MK അർജുനനും K രാഘവൻ മാഷും പിൽക്കാലത്തോടെ വിരുന്ന് വന്ന സലിൽ ചൗധരിയും MB ശ്രീനിവാസനും അടക്കം എത്രയോ ആളുകൾ ഈ പാട്ടിന്റെ ആന്തരിക സംഗീതത്തെ, ആത്മസംഗീതത്തെ പൊലിപ്പിച്ച് മലയാളികൾക്ക് ലോകത്താർക്കും കിട്ടാത്ത ഒരു സൗഭാഗ്യം തോന്നി. ലോകത്തിലെ മികച്ച കവികൾ അക്കാലത്ത് പാട്ടുകൾ എഴുതി അവരുടെ മികച്ച കവിതകളെ മികച്ച ഗാനശില്പങ്ങളാക്കി മാറ്റാൻ സാധിച്ചു. സാമ്യമകന്നോദ്യാനമേ കൽപ്പകോദ്യാനമേ നിൻ കഥകളി മുദ്രയാം കമലദളത്തിലും ദേവിയുണ്ടോ ദേവി. ഇത് സാമ്യമകന്നോദ്യാനം ഉണ്ണായി വാര്യരുടെ നടന്നിരുന്ന വരുന്നതാണ്. കഥകളി മുദ്രയാം കമലദളം. അത് കഴിഞ്ഞത് മഞ്ജു തരയുടെ മഞ്ഞിൽ മുങ്ങും കുഞ്ച കുടീരങ്ങളിൽ. എന്താ ഈ മഞ്ജു തര? ഒരു PC ചോദ്യമാണ്. മഞ്ജു തര എന്താണ്? അതിനാരോ ഉത്തരം എഴുതി മഞ്ജു ധര, സുന്ദരിയായ ഭൂമിയാണ്. അതല്ല സാധനം. മഞ്ജുതല കുഞ്ചതല കേളിസതനെ എന്ന പദം പാടുന്ന സമയത്തുണ്ടാകുന്ന മഞ്ഞ. ഇതൊക്കെയാണ് വയലാറിന്റെ പാട്ടുകൾക്കുള്ളിൽ ഗുപ്തമായ ജ്ഞാനങ്ങൾ. ഞാൻ 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 എന്ന ഭാവങ്ങളെ, പ്രാകൃത യുഗമുഖഛായകളെ തീരത്ത് മത്സരിച്ച് മരിക്കുമീ തിരകളും നമ്മൾ ഒരുപോലെ അഹങ്കാരപൂർണമായ മനുഷ്യ മനസ്സിനോട് ധ്യാനധന്യമം മനുജാത്മാവിനെ തപസ്സിൽ നിന്നുണർത്തുവാനോ. ഇത് ഒരു പാട്ടിനകത്ത് എഴുതി വെച്ചിരിക്കുക. ധ്യാനധന്യമം കാമശാസ്ത്രം എഴുതിയ മുനിയുടെ കനകതൂലികയിൽ. സാധാരണ സന്യാസിമാരെ ഒന്നല്ല കൊണ്ടു. കാമശാസ്ത്രം എഴുതിയ മുനിയുടെ കനകതൂലികയിൽ ഈ മാനവ ഹൃദയമാം തൂണീരത്തിലെ മന്ത്രശരമായി. എന്തിന് വലിയ ശരമായി. അതിന്റെ ഉത്തരമാണ് ധ്യാനധന്യമാം മനുജാത്മാവിനെ തപസ്സിൽ നിന്നുണർത്താൻ. തപസ് ചെയ്താൽ
തലമുറകൾ ഉണ്ടാവില്ല. എല്ലാവരും തപസ്സുമായിട്ട് സിദ്ധിക്കുന്ന കുട്ടികളുണ്ടാവില്ല നാട്ടിൽ. അപ്പൊ ധ്യാനധന്യമായ മനുഷ്യാത്മാവിനെ തപസ്സിൽ നിറക്കിക്കൊണ്ടു. നീയാമേനക നൃത്തം വയ്ക്കും നാൽപ്പാമര കാട്ടിൽ ഏതോ പുഷ്പശരം കൊണ്ടിന്നല്ലേ എന്റെ തപസ്സിലകി കാമിനി എന്റെ തപസ്സിലകി ചിത്രശിലാപാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു. അതിൽ നിത്യമെനിക്കാരാധിക്കാൻ നിന്റെ വിഗ്രഹം കണ്ടെടുത്തു. എല്ലാം ഗായിക തമ്പുരുമിട്ടും നവരാത്രി മണ്ഡപത്തിൽ നിന്റെ ഹൃതിസുഖസാരെ കേട്ടിട്ടെന്റെ തപസ്സിലകി. നേരത്തെ പറഞ്ഞ തപസ്സില്ലേ, തപസ്സിന്റെ എല്ലാവരും യോഗീശ്വരന്മാരായെന്ന കുഴപ്പം. അതാണ് ഇപ്പോൾ നമ്മുടെ നാട് നേരിടാൻ പോകുന്ന വലിയൊരു കുഴപ്പം. എല്ലാ സന്യാസിമാരും കൂടി കുംഭമേളയ്ക്ക് ഇറങ്ങി വന്ന് ആകെ കുഴപ്പത്തിലാക്കുന്ന ഒരു കാലത്താണ് ധ്യാനധന്യമാം മനുഷ്യാത്മാവിനെ തപസ്സിൽ നിന്നുണർത്താം. പ്രണയവും ഒരു ജീവിത ആനന്ദമാണ്. പ്രണയവും ചിലപ്പോഴത്തെ രതിയുടെ തലത്തിലേക്കൊക്കെ പോയിട്ടുണ്ട്. ചില സമയത്ത് തിങ്കളാഴ്ച നോക്കുമ്പോൾ മുടക്കമൊക്കെ ചെയ്യും. ഇളനീർ കൂടെ മുടക്കിയപ്പോലെ വരാതെ ഇങ്ങനെ ചെറിയ പീഡനമൊക്കെ പാട്ട് എഴുതി വെച്ച ഒരാളാണ്. പീഡന കേസൊന്നും ഉണ്ടായിട്ടില്ല അല്ലേ? പലപ്പോഴും എത്ര സമർത്ഥമായിട്ടാണ് തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസത്തമിഴ് പെണ്ണെ നിന്നെ അരഞ്ഞാണച്ചരടിലേലസിനുള്ളിൽ ആരെയും മയക്കുന്ന മന്ത്രമുണ്ടോ? അനംഗമന്ത്രമുണ്ടോ? അനംഗമന്ത്രമുണ്ടോ? ഈ ഏലസിനുള്ളിൽ സാധാരണ മന്ത്രത്തിലൊക്കെ ആൾ കിട്ടും. അനംഗമന്ത്രം ജപിച്ച് കിട്ടിയ ഒരു പെണ്ണിനെ ആദ്യമായിട്ടാണ് മലയാളത്തിൽ. മുറ്റത്തു കാലത്ത് പുറം തിരിഞ്ഞിന്ന് നീ നിന്നപ്പോൾ നീ അരിപ്പൊടി കോലങ്ങളെഴുതുമ്പോൾ അഗ്രഹാരത്തിലെ ആരും കൊതിക്കുന്നോരഴകിൻ വിഗ്രഹമായിരുന്നു. അരികിൽ വന്നൊരു പൊട്ടുകുത്താൻ ഞാൻ ആഗ്രഹിച്ചു. ആഗ്രഹത്തിനൊക്കെ കുഴപ്പമൊന്നുമില്ല അല്ലേ? പക്ഷെ അതൊക്കെ വലിയ കുഴപ്പമാണ്. മുങ്ങിപ്പിഴിയാത്ത ചേലയുടുത്തു നീ മുടിയുലമ്പിക്കൊണ്ടു നിന്നപ്പോൾ ഇന്ന് മുഖമൊന്നുയർത്താതെ മുങ്ങുമ്പോൾ പത്മതീർത്ഥത്തിലെ പാതി വിരിഞ്ഞൊരു പവിഴ താമരയായിരുന്നു. കടവിൽ വന്നൊരു മുള്ളുതരാനെന്റെ കൈ തരിച്ചു. ആ കൈത്തരിപ്പ് ഇന്ന് ആരും അനുവദിച്ചു കൊടുക്കില്ല. പക്ഷെ അവിടെ വയനാട് നിർത്തിയില്ല. അത് മനുഷ്യ സഹജമായ ചാബല്യത്തെ സൂചിപ്പിച്ച അടുത്ത വരിയിലാണ് തുളുമ്പും തുളുമ്പും കാൽക്കൂടം എഴിയിലെടുത്തു നീ തൊടിയിലേക്കാകിയായി വന്നപ്പോൾ നിന്നെ ചൊടികളിൽ കുങ്കുമമുതിരുമ്പോൾ നിത്യരോമാഞ്ചങ്ങൾ കുത്തുന്ന കുമ്പിളിൽ നിറയെ ദാഹങ്ങളായിരുന്നു. ഒരു പൂനൂല പറ്റിക്കിടക്കാൻ ഞാൻ കൊതിച്ചു നിന്നു. ഈ പൂണൂലായി പറ്റിക്കിടക്കൽ പക്ഷെ നമുക്ക് മനസ്സിലായില്ല എന്താണ് ഈ കാമുകിയുടെ നേരെ പൂണൂലായി പറ്റിക്കിടക്കുന്നത്. ഒരു സവർണ വിവാഹ മന്ത്രം. ഗൃഹാമിതേ സൗഭഗത്വായ ഹസ്തം തുടങ്ങുന്ന വിവാഹ സമയത്ത് പറയുന്നത് മാത്രമാണ് ചക്രവർത്തിയായി എന്റെ ഭവനത്തിലേക്ക് വരും. അപ്പോൾ ഇതിന്റെ മാറി ഞാനൊരു യജ്ഞോപവീതമായി കിടക്കാം. യജ്ഞോപവീതമാണ് ഈ പൂണൂൽ. ഒരു യജ്ഞം ചെയ്യുന്നതിന്റെ ഉപവീതമാണ്, ഉപലബ്ധിയാണ് പൂണൂൽ. ദാമ്പത്യം ഒരു യജ്ഞമാണെന്നാണ് വയലാർ പഠിപ്പിച്ചത്. അത് വയലാറിന്റെ എല്ലാ പാട്ടുകളിലും നമുക്ക് കാണാം. വയലാർ ഒരിക്കലും ജീവിതത്തെ, ദാമ്പത്യത്തെ, പ്രണയത്തെ ലഘൂകരിച്ച് കണ്ടില്ല. അത് ഉന്നതമായ ഒരു ആത്മീയ അനുഭവമായിട്ട് പ്രണയത്തെയും സമരത്തെയും, പ്രണയത്തോടൊപ്പം സമരവും,
സർവരാജ്യ തൊഴിലാളികളെ, ഇത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആണ്. സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ച് ശക്തരാകുവിൻ, യുണൈറ്റ്. ഇത് പാർട്ടിക്കാർ പറഞ്ഞാൽ അനുയായികൾ മാത്രമല്ലേ പറയുള്ളൂ. പക്ഷെ വയനാട് എഴുതിയപ്പോൾ സകല മൂലാശികളും സർവരാജ്യ തൊഴിലാളികളെ എന്ന് പാടിക്കൊണ്ട് നടന്നില്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വയനാട് നൽകിയ ഏറ്റവും വലിയ സംഭാവന സകലരെ കൊണ്ടും ഈ മാനിഫെസ്റ്റോ പാടിച്ചു. നഷ്ടപ്പെടുവാൻ വിലങ്ങുകൾ, കിട്ടാനുള്ളത് പുതിയൊരു ലോകം, തൊഴിലാളി, ഇത് തൊഴിലാളി, പിറന്ന നാടിൽ ജീവിത ഖനിയിലെ തൊഴിലാളി, വിതച്ചു കൊയ്യാൻ ഞങ്ങൾക്കൊരു പിടി മണ്ണ് തരൂ, വരുന്നു ഞങ്ങൾ ഫാക്ടറി വാതിൽ തുറന്നു തരൂ. നക്ഷത്രങ്ങളെ സാക്ഷി, നവഗ്രഹങ്ങളെ സാക്ഷി, യാത്രയായി, അന്ത്യയാത്രയായി ഈ യാഗഭൂമിയിലെ രക്തസാക്ഷി. മർദ്ദിതരെ, ചൂഷകരെ, നിരാശ്രയരെ ഈ നീതിമാന്റെ ദുഃഖത്തിൽ നമുക്ക് പങ്കില്ലേ? മർദ്ദകരോട് പറയുന്നത് ഈ നീതിമാന്റെ രക്തത്തിൽ നിങ്ങൾക്ക് പങ്കില്ലേ? ഇങ്ങനെ വാക്കുകളെ തിരിച്ചും മറിച്ചും പാട്ടിനകത്ത് ദർശനങ്ങളുടെ അത്ഭുതം, ചലനം ചലനം ചലനം, മാനവ ജീവിത പരിണാമത്തിൻ മയൂര സന്ദേശം. കാൾമാർക്സിന്റെ ചലന ദർശനത്തെ ഒരു പാട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുക. സത്യമൊരു വഴിയെ, സ്വപ്നമൊരു വഴിയെ, അവയെ കണ്ണും കെട്ടി നടത്തും കാലം മറ്റൊരു വഴിയെ. വാത്മീകി പാടി, വള്ളുവർ പാടി, വാഴ്വേ മായം. ഈ യുഗം സ്നേഹിച്ച കവികൾ തിരുത്തി, വാഴ്വേ സത്യം. ജീവിതം സത്യമാണെന്ന് പഠിപ്പിച്ച മനുഷ്യ സ്നേഹത്തിന്റെ കവിയായിരുന്നു. അതുകൊണ്ടാണ് ഒന്നാം വാക്യ സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തിൽ. അത് ഏത് തത്വശാസ്ത്രമാകട്ടെ, അദ്ദേഹം വിശ്വസിച്ച കമ്മ്യൂണിസം ആണെങ്കിൽ പോലും മനുഷ്യനെ സ്നേഹിക്കുന്ന ഘട്ടത്തിൽ മാത്രമേ അതിനെ സ്നേഹിക്കുകയുള്ളൂ. അങ്ങനെ പറയാൻ ധൈര്യമാണ് ചെറിയ അപാരമായ മനുഷ്യ സ്നേഹത്തിൽ നിന്നാണ് ഏറ്റവും താഴ്ത്തപ്പെട്ട മനുഷ്യരുടെ ജീവിതമാണ്. തങ്കവിളക്കത്ത്, കന്നിനിലാവത്ത്, തക്കൈ നോക്കും താരകളെ, പാവങ്ങളല്ലോ നിങ്ങൾ, പട്ടിണിക്കാരല്ലോ. പട്ടിണിക്കാരുടെ പ്രശ്നമുണ്ട്. അമ്മേ അമ്മേ അമ്മേ, നമ്മുടെ അമ്പിളിയമ്മാവൻ എന്ന് വരും. അമ്പിളി താരക കുഞ്ഞിന്റെ കൂടെ അത്താഴം ഉണ്ണാൻ പാവങ്ങളാണെങ്കിൽ നിങ്ങൾ പായസത്തോട് തരാം. കൊടുക്കാവുന്ന ഏറ്റവും മുന്തിയ വിഭവം കഞ്ഞി കുടിക്കുന്ന നിങ്ങൾ പായസത്തോട് ഉണ്ടാക്കി തരാമെന്ന് അമ്പിളിമാവനോട് പറഞ്ഞ, വെറുത്തുകൊള്ളൂ തെണ്ടികൾ, നിങ്ങൾ വെറുത്തുകൊള്ളൂ നിങ്ങൾ, പക്ഷെ വിശന്ന വയറിൽ തീ എരിയുമ്പോൾ വീണ വായിക്കരുത്. നിങ്ങൾ കണ്ടിട്ടുണ്ട്? ജനിച്ചു പോയി മനുഷ്യനായി, ജനിച്ചു പോയി. തെരുവ് നദികളുടെ നാവ് വരുന്നു. കന്യാകുമാരിയും കാശ്മീരും കണ്ണുപൊട്ടൻ ഒരുപോലെ. കർത്താവും അള്ളാഹും അയ്യപ്പനും കണ്ണുപൊട്ടന് ഒരുപോലെ. ഈശ്വരൻ മറ്റൊരു ലോകത്തുണ്ടെന്ന് സ്വപ്നം കാണുന്നവരെ, വെറുതെ സ്വപ്നം കാണുന്നവരെ ഇവിടെ തന്നെ ദൈവവും ചെലുത്താനും രണ്ടും കണ്ടിട്ടുള്ളവരല്ലോ തെണ്ടികൾ. രണ്ട് പാട്ടിലാണ്. വെറുത്തുകൊള്ളൂ തെണ്ടികൾ, നിങ്ങളെ വെറുത്തുകൊള്ളൂ. ഈ തെണ്ടികളും തെരുവാധാരമായ മനുഷ്യർ അവരുടെ ജീവിതത്തിന്റെ കൂടെ നിന്നു. അതോടൊപ്പം ഈ പറയുന്നത് പോലെ വെൺചന്ദ്രലേഖ ഒരു അപ്സര സ്ത്രീ, വിപ്രലംബ ശൃംഗാര നൃത്തമാടാൻ വരും അപ്സര സ്ത്രീ. അത് വിപ്രലംബ ശൃംഗാരത്തിന്റെയും സംഭോഗ ശൃംഗാരത്തിന്റെ ഒക്കെ കലർപ്പുള്ള സുസംസ്കൃത പദജടിലമായ, അതാണ് വയലാർ സവർണ കവിയാണെന്ന് ചില കവിക്കാളൊക്കെ പിടിച്ചുകൊണ്ട് പറയും. പക്ഷെ അദ്ദേഹത്തിന്റെ മുഴുവൻ വായിക്കാത്തോണ്ട് കേൾക്കാത്തോണ്ടാണ് അവളെ പ്രേമിച്ച പഞ്ചമി ചന്ദ്രൻ കനകം ഇതിലുള്ള സംസ്കൃതവും ഇത് വായിച്ചാലാണെങ്കിൽ മനസ്സിലാവുകയുള്ളൂ. മേലേപാലത്തെ നീലിപ്പുലരിക്ക്, ഈ നീലിപ്പുലയുടെ കൂടെ നിന്നിട്ടാണ് ആ പാട്ട്. ഇതൊക്കെ നാട്ടുപാട്ടുകളിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. വയലാറിന്റെ പാട്ടുകളുടെ അത്ഭുതകരമായ റേഞ്ചാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുക മാത്രമല്ല, നമ്മളെ മോഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും ചില പ്രണയഗാനങ്ങളിലൊക്കെ കാലാതിവർത്തിയായ സങ്കല്പങ്ങൾ കൊണ്ടുവന്ന് നിറച്ച്, ഒരുപക്ഷെ അടുത്ത നൂറ്റാണ്ടിലെ കുട്ടികൾക്ക് പോലും പ്രണയത്തിന് കടം കൊള്ളാൻ ഈ വരികളൊക്കെ ഉണ്ടാവും. പ്രണയത്തിന്റെ സൗന്ദര്യ മണ്ഡലം അസ്തമിച്ചുകൊണ്ടിരിക്കുക. പ്രണയം വരണ്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ സൗന്ദര്യം കൊണ്ടാണ് പ്രണയത്തെ നമ്മൾ കുളിപ്പിക്കുന്നത്. ആ കുളിപ്പിച്ചെടുക്കലിന്റെ അനവധി ഉദാഹരണങ്ങൾ. ദേവകുമാരിയെ കണ്ടു വേദനയിൽ അമൃതു തൂകിയ ദേവകുമാരിയെ കണ്ടു
ആ ദേവകുമാരിയിൽ ഈ വേദനയിൽ അമൃത് കുടികൊള്ളുകൾ വന്നു അവൾ വന്നു വീണ്ടും ഹൃദയം തളിരിട്ടു വീണ പൂക്കൾ വിടർന്നു. ഈ വീണപൂക്കൾ വിരിയുന്ന ഏതൊക്കെ സന്ദർഭത്തിൽ എനിക്ക് അത്ഭുതം തോന്നിയിട്ട് ഒരു പാട്ട് സന്ധ്യമയും നേരം ഗ്രാമ സന്ദർഭിക്കുന്ന നേരം. ആ പാട്ട് കൊടുത്തപ്പോ ദേവരാജ് മാഷ് പറഞ്ഞു ചന്ത അവിടെ പോയിക്കൂടെ, ചന്ത പാട്ടിൽ വന്നാൽ ശരിക്കും ഒരു വാക്കല്ലോ എല്ലാവരും വേറെ ഏതെങ്കിലും വാക്ക് ചേർക്കാൻ പറ്റുമോ നോക്കിക്കോളൂ. അനവധി തവണ പരിശ്രമിച്ചിട്ടും ചന്ത അവിടെ മാറ്റാൻ പറ്റില്ല. ചന്ത തന്നെയാണോ കാട്ടുതാറാവുകൾ ഇണകളത്തിലും കായലിനരിയിലൂടെ കടത്തുവഞ്ചികളിൽ ആളെ കയറ്റും കല്ലുതുക്കുകളിലൂടെ. ഇത് നോൺ പോയറ്റിക്കായ വരികളാണ്. ആളെ കയറ്റുക ഒരു കവിതയിൽ ഉപയോഗിച്ചൊരു ഭംഗിയില്ല, പക്ഷെ അവിടെ അഭംഗിയില്ലാതെയാണ് അത് ചേർക്കുന്നത്. ഇങ്ങനെ സാധാരണ പദങ്ങളെ, സംസ്കൃത പദങ്ങളെ, ലോക കാവ്യ ദർശനങ്ങളെ നമ്മെ പഠിപ്പിച്ചു. ഞാൻ വരുമ്പോൾ കേട്ട പാട്ട് നിർമ്മലമിഴികളിലഞ്ജനമെഴുതിയ നിന്റെ നിർമ്മലമിഴിയുടെ ചഞ്ചലമിഴിയുടെ നിത്യകാമുകനല്ലോ നിത്യകാമുകനല്ലോ മാലിന്യ നദിയിൽ കണ്ണാടി നോക്കും. നമ്മളൊക്കെ മാലിന്യത്തിൽ പോയി നമ്മുടെ ശകുന്തള വരാക്കി, കാളിദാസൻ മരിച്ചു, കണ്ണുമാമുനി മരിച്ചു, അനസൂയ മരിച്ചു, ശകുന്തള മരിച്ചു, വയലാർ മാത്രം മരിച്ചില്ല. മറ്റുള്ളവരൊക്കെ മരിച്ചുപോയി, വയലാർ എടുത്ത് പ്രയോഗിച്ചവരൊക്കെ മരിച്ചുപോയി, വയലാർ മാത്രം മരിച്ചില്ല, മരിക്കുകയില്ല. കാരണം ഈ അമര ദിനം ഉണ്ടായത് വയലാർ സ്വയം അനുഭൂതിയുടെ ഏതൊക്കെ തലങ്ങൾ ഒരു തലത്തിലല്ല വയലാർ എഴുതിയത്. അവസാന കാലത്തൊക്കെ എഴുതിയ പാട്ടുകളിൽ ശ്രീമന്ദിനി നിന്റെ ചൊടികളിലാരുടെ പ്രേമമൃദുസ്മേരത്തിൻ സിന്ദൂരം ആരുടെ കൈനഖെന്തു മരീചികളിൽ കുളിച്ചാകെത്തളിർത്തു നിൻ കൗമാരം ശ്രീമന്ദിനി. ആ വരികൾക്ക് ആഴത്തിൽ പോയാൽ വെൺചിറകുതുക്കിയ പ്രാവുകൾ പോലുള്ള ചഞ്ചല പദങ്ങളോടെ നീ മന്ദം മന്ദം നടക്കുമ്പോൾ താനേ പാടുമൊരു മൺവിപഞ്ചികയിൽ ഭൂമി. മറ്റു സ്ഥലത്ത് പറയും നിന്റെ 100 പൊയ്മുഖങ്ങൾ വലിച്ചെറിയും, നിന്നിൽ ഞാൻ നിലയ്ക്കാത്ത വേദനയാണ്. പ്രണയം എന്നത് നിലയ്ക്കാത്ത വേദനയാണെന്ന് കണ്ടുപിടിച്ച കവിയാണ്. അതുകൊണ്ടാണ് പിരിഞ്ഞു പോകും നിനക്ക് നീ ഈ കഥ മറക്കുവാനേ കഴിയൂ, നിറഞ്ഞ മാറിലെ ആദ്യ നഖക്ഷതം മറയ്ക്കുവാനേ കഴിയൂ എന്നും വയലാർ എഴുതി. വയലാർ വിപ്ലവം, ശൃംഗാരം, വിരഹം, പ്രണയം, സമരം, ചരിത്രം എത്രയോ ചരിത്രം കവിതയിലൂടെ ചരിത്രം. പ്രവാചകന്മാരെ പറയൂ പ്രഭാത മകലയാണോ, പ്രപഞ്ച ശില്പികളെ പറയൂ പ്രകാശ മകലയാണോ. ഭാരതീയ സംസ്കൃതിയുടെ ആഴങ്ങളിലേക്ക് ശാരികെ സിന്ധുഗംഗാ നദീ തീരം നടത്തിയ ഗന്ധർവഗായികെ പാടുക നീ പുരുഷാന്തരത്തിലെ ഭാവോജ്വലങ്ങളാം സൂര്യഗായത്രികൾ. പണ്ട് നിൻ സംഗീത തീർത്ഥക്കരകളിൽ പർണകുടീരങ്ങൾ നിർമ്മിച്ചിരുന്നവർ അദ്വൈതസാരം മുളയ്ക്കുവാൻ ഈ മണ്ണിൽ തത്വമസിയുടെ വിത്ത് വിതച്ചവർ. ഇങ്ങനെ ഭാരതീയ ദർശനം പത്മതീർത്ഥമേ ഉണരൂ, മാനസ പത്മതീർത്ഥമേ ഉണരൂ. അതിൽ പറയുന്നത് അടിമ കിടത്തിയ ഭാരത പൗരൻ ഉണരാൻ പ്രകൃതി ചുവരുകളോളം സർഗപ്രതിഭ പറന്നു നടക്കാൻ. എന്തൊരു സർഗമാണ്! പ്രകൃതി ചുവരുകളോളം സർഗപ്രതിഭ പറന്നു നടന്നാൽ മനുഷ്യർ പരസ്പരം വെട്ടിക്കൊല്ലുകയില്ല, വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രങ്ങൾ രാജ്യം ഭരിക്കുകയില്ല, കുട്ടികൾ യുദ്ധങ്ങളിൽ മരിക്കുകയില്ല. സർഗപ്രതിഭ പ്രകൃതി ചുവരുകളോളം പറന്നു നടക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ മനസ്സിൽ ദൈവം ജനിക്കുന്നു. മനുഷ്യനെ
വെറുക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിൽ ദൈവം മരിക്കും. വളരെ ലളിതമായിട്ടാണ് ഫിലോസഫി. ഏത് പ്രതിസന്ധിയിലും ദൈവം അമ്പലത്തിലോ പള്ളിയിലോ ചർച്ചിലോ അല്ല, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ സ്നേഹത്തിലാണ് ദൈവമുള്ളത്. ഇത് ആവർത്തിച്ച് വരാറുണ്ട്. മാനത്ത് ദൈവമില്ല, മണ്ണിൽ ദൈവമില്ല, മനസ്സിനുള്ളിലാണ് ദൈവം. ആ ദൈവത്തെ കണ്ടതുകൊണ്ടാണ് ഏറ്റവും മികച്ച ഭക്തി ഗാനങ്ങളും വയലാർ എഴുതിയത്, അല്ലേ? നെഞ്ചിലെ വെളിച്ചത്തിൽ കതിരെടുത്ത് അതിൽ നിൻ പ്രസാദം ചാലിച്ച് നെറ്റിയെടുത്ത് വെളുത്ത ഭസ്മത്തിനാൽ അഭിഷേകം, നിത്യ കളഭ ചന്ദനങ്ങളാൽ അഭിഷേകം. അയ്യപ്പന് ഇത്രയും നല്ലൊരു അഭിഷേകം വേറൊരാൾ ചെയ്തിട്ടുണ്ടാവും. അതിൽ എല്ലാ പാട്ടുകളും പൊള്ളയായൊടുക്കുമായി പേട്ടതുള്ളി പാട്ടുപാടി 18-ാം പടി ചവിട്ടാൻ വരുന്നു ഞങ്ങൾ. ശ്രീകോവിൽ തിരുനടയെങ്കിൽ കർപ്പൂര മലകൾ കൈകൂപ്പി തൊഴുതുരുകുമ്പോൾ, ഇങ്ങനൊരു ചിത്രം നിങ്ങളുടെ ഉണ്ട്. കർപ്പൂര മലയായിട്ട് കൈകൂപ്പി തൊഴുതു ഉരുകി ഇല്ലാതാവും. പത്മരാഗ പ്രഭണ്ടത്തും തുൽപദങ്ങൾ ചുംബിക്കും കൃഷ്ണ തുളസി പൂക്കളാകാൻ വരുന്നുണ്ട്. മറ്റൊരു ഗുരുവായൂരപ്പനുള്ള ഏറ്റവും മനോഹരമായ ഒരു പാട്ടാണ് ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പാനെ കണി കാണണം. ഭാഗച്ചാർത്ത് കഴിയുമ്പോൾ വാസനപ്പൂ അണിയുമ്പോൾ ഗോപികമാർ കൊതിക്കുന്നവരുടെ കാണണമെന്നൊരു കുരുട്ടത്തിൽ കയറ്റി വെച്ചിട്ടുണ്ട്. സാധാരണ ഗോപികമാർ അത് തെറ്റൊന്നും പറയാനില്ല, നമ്മളിതൊക്കെ പാടിയതല്ലേ. ബാലസ്ത്രീകളുടെ തുണിയും വാരിക്കൊണ്ട് അരയാലും ഓരോ ശീലക്കേടുകൾ പറഞ്ഞു. ഇത് ശീലക്കേടല്ലേ, അല്ലേ? അതല്ലേ ശ്രുതിയായിട്ട് നമുക്കതിൽ തെറ്റുണ്ടായിരുന്നില്ല. നിങ്ങൾ ഗുരുവായൂരമ്പലത്തിൽ വേണ്ടി അഷ്ടമി കേട്ടു നോക്കിയാണ്. ഗോപി വീര പയോധര മർദ്ദന ചഞ്ചല കരളിന്റെ ശരീരം പാടും. അതിന് അർത്ഥം ഇപ്പൊ പറഞ്ഞാൽ നിങ്ങളെ അർത്ഥം കിട്ടും. ഗോപികളുടെ പീനങ്ങളായിരിക്കുന്ന പയോധരങ്ങളെ മർദ്ദിക്കുന്നവരെന്നാണ് വളരെ പച്ചയ്ക്ക് പറഞ്ഞിരിക്കും. ഇത് ഗുരുവായൂരപ്പൻ പറയുന്നത് പാടിയ ഒരു സംസ്കാരം നമുക്കുണ്ട്. അതിന്റെ എല്ലാവരെയൊക്കെ ഉണ്ടായിരുന്ന നാളായത്. അതുകൊണ്ട് ഇതൊക്കെ സൗന്ദര്യത്തിന്റെ ഭാഗമാണെന്ന് വയലാർ പഠിപ്പിച്ചു. വയലാറിന്റെ ഒരു സൗന്ദര്യം നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. സൂര്യകാന്ത കൽപ്പടവിൽ ആര്യപുത്രന്റെ പൂമടി നിന്റെ സ്വപ്നങ്ങളെ കിടത്തിയുറക്കൂ സ്വയം പ്രഭേ സന്ധ്യേ ഉറക്കൂ ഉറക്കൂ. സ്വയം പ്രഭയാണ് സൂര്യകാന്ത കൽപ്പടവിൽ. ആര്യപുത്രന്റെ സൂര്യകാന്ത കൽപ്പടവ് എന്നൊക്കെ സങ്കല്പിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാക്കി. ചില സങ്കല്പങ്ങളൊക്കെ വയലാറുണ്ട് കൊണ്ടുവരുന്നു. ചില വാക്കുകൾ എങ്ങനെയാണ് കോയിൻ ചെയ്യുന്നത്. അതുപോലെ മലയാളത്തിൽ ആരും വിചാരിച്ചാലും സാധിക്കാത്ത വിധത്തിലാണ് നമ്മുടെ പദസമ്പത്ത് അദ്ദേഹം നിറച്ച് തന്നിട്ടുള്ളത്. വെണ്ണക്കല്ലു കൊണ്ടല്ല, വെള്ളി നിലാവു കൊണ്ടല്ല, സൗന്ദര്യദേവത നിന്നെ നിർമ്മിച്ചത് സൗഗന്ധികങ്ങൾ കൊണ്ടല്ല. രാസക്രീഡയിൽ കാമുകർ ചൂടും രോമാഞ്ചം കൊണ്ട് കരുപ്പിടിച്ചു. നിങ്ങളത് ഉരുക്കൊണ്ട് വായിക്കണം. രാസക്രീഡയിൽ കാമുകർ ചൂടും രോമാഞ്ചം കൊണ്ട് കരുപ്പിടിച്ചു പ്രേമമെന്ന വികാരമുരുക്കി കാമദേവൻ തീർത്തതാണ് ഈ കാമുകി. ഇങ്ങനെയുള്ള കാമുകിമാരാണ്. അവരാണ് പ്രേമിച്ച് നിന്നെ ഞാനൊരു ദേവസ്ത്രീയാക്കും, കാടായ കാടുകൾ മുഴുവൻ ഞാനൊരു കതിർ മണ്ഡപമാണ്. ഇത് ഈ ഇടപ്പറ്റത്തുള്ള കാവ്യ സംസ്കൃതിയുടെ സൗന്ദര്യങ്ങളെ ചേർത്താണ്. മന്ത്രം പറയുമ്പോൾ ഒരു കാണാക്കുയിൽ പാടും കള പൊഴിയുക. അത് ആത്മവിഭഞ്ചികയിൽ മധുമാസ പൗർണമിയിൽ പണ്ട് മാലിനി തീരത്ത് ശകുന്തള പാടിയ പാട്ടാണ്. അപ്പുറത്ത് അടുത്ത വരിയിൽ അത് കൃഷ്ണനും രാധയും. ഇങ്ങനെ പ്രണയരൂപങ്ങൾ. ഒരു പാട്ടിൽ സോളമന്റെ ഉത്തമഗീതം സോങ് ഓഫ് സോങ്സ് ബൈബിളിലെ പഴയ നിയമത്തിന്റെ ഭാഗമാണ്. അതിലാണുള്ളത്. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപാർക്കാം, അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളികൾ തടുത്തിരിക്കുന്നു എന്നും മാതളനാരകം പൂത്തിരിക്കുന്നു എന്നും നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്ക് എന്റെ പ്രണയം തരും, യെരൂശലേം കന്യകമാരെ. ഞാൻ അവനെ ഓർത്ത് പ്രണയ പരവശയായിരുന്നു. ഈ ബൈബിളിൽ അതിനെ പറ്റും. പഴയ നിയമത്തിന് വരിക. ഇതില്ലെങ്കിൽ പകുതി വിരിഞ്ഞൊരു പാതിരാമലത്തേടി ഈ വഴിയരികിൽ ഒരുങ്ങി നിൽക്കുമോ
അഞ്ജനച്ചോലയിലെ ആയിരവിതളുള്ള അതിന്റെ പേര് സോളമന്റെ ഉത്തമഗീതത്തിലാണ്. ശരപ്പുള്ളി മുത്തുകൾ വാരിത്തൂകിയ ശരോണിലെ സന്ധ്യകളിൽ യെരൂശലേം കന്യക പോലെ ഉരുങ്ങി വന്നതാണ്. യവനം സുന്ദരി സ്വീകരിക്കുകി പവിഴമല്ലികപ്പൂക്കൾ. ജനിച്ച നാൾ മുതൽ സ്വീകരിക്കുവാൻ തപസ്സിരുന്നതാണ് ഞാൻ. അത് യവന സുന്ദരിയാണ്. ഇത് പെട്ടെന്ന് ഈ ലോകക്രമമൊക്കെ മാറും. ഒരു സെക്കൻഡിൽ യവന സുന്ദരി വരും. ചന്ദ്രികയോ രജനീഗന്ധിയോ പെൺകൊടി അഴകിൻ പൂങ്കൊടിയാകണി ആരുണി ആരുണി ചന്ദ്രികയോലെ യവനസുന്ദരിയിൽ നിന്ന് അറബിക് പെൺകുടി ആവും. മറ്റൊരു പാട്ടിൽ പറക്കും തളികയിൽ പാതിരാത്തളികയിൽ പണ്ടൊരു രാജകുമാരൻ അറബിക് കഥയിലെ ആകാശക്കോട്ടയിലെ അത്ഭുത വിളക്കിന് പോയി. ആദ്യകാലത്തെ പല പാട്ടുകളിലും ഇങ്ങനെ ഒരു പ്രപഞ്ചം. ആദ്യത്തെ പാട്ട് തന്നെ ഏലക്കാടിനുമീതെ ഒരു മാലക്കാവടി പോലെ, ഏലക്കാടിനുമീതെ ഒരു മാലക്കാവടി പോലെ, ചന്ദ്രക്കലയുടെ ഗോപുര നടയിൽ ചന്ദ്രൻ ചാർത്തിയതാരോ മാനസറാണി. ആദ്യത്തെ പത്ത് കഥ മാനസറാണി. അന്ന് മുതൽക്ക് മലയാളത്തിന്റെ പ്രകൃതി എല്ലാ പുഴകളെയും കുറിച്ച് എഴുതി അല്ലേ. ആലുവ പുഴയിൽ മീൻ പിടിക്കാൻ പോകും അഴകുള്ള പൊന്മാനെ, 1000 പാദസരങ്ങൾക്ക് ഇനി ആലുവ പുഴ പിന്നെയും ഒഴുകി, പമ്പാ നദിയിലെ പൊന്നിന് പോകും പവിഴമലക്കാര. ഇനിയുണ്ടല്ലോ എല്ലാ പുഴയുണ്ട്. ഭാരതപ്പുഴയിലെ ഓളങ്ങളെ ഞാൻ നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് പള്ളത്തുരുത്തിയാറിൽ ഒരു വെള്ളി നിലാവുള്ള രാവിലെ എഴുതി. എന്റെ വെച്ച് വയനാട് ഇല്ലാത്ത പുഴയെ കുറിച്ച് എഴുതാൻ സാധ്യതയില്ല. അന്വേഷിച്ച് നോക്കുമ്പോൾ എറണാകുളത്തും ആലപ്പുഴക്കിടയ്ക്ക് പള്ളത്തുരുത്തിയാറ് പറയുന്ന ഒരു ആറുണ്ട്. ഇല്ലാത്ത ആറല്ല. കൈതപ്പുഴ കായലിലെ കാറ്റിന്റെ അല്ലെ, കൈതപ്പുഴ കായലായത് എങ്ങനെയാണെന്ന് അന്വേഷിച്ച് പോകുമ്പോൾ ഒരു കായലിന്റെ പേര് കൈതപ്പുഴ കായൽ എന്ന് തന്നെയാണ്. ഇങ്ങനെ നമ്മുടെ 44 നദികളെ കുറിച്ച് പറഞ്ഞു. വൈക്കം കായലിൽ ഓളം തള്ളുമ്പോൾ കായലുകളെ കുറിച്ച് പറഞ്ഞു. സഖ്യാദിസാനുക്കൾ എനിക്കു നൽകിയ സൗന്ദര്യദേവത നീ. സഖ്യാദ്രി മൊത്തം ഒരു കാമുകിക്ക് ജന്മം കൊടുത്ത ആളാക്കിയിട്ട് സഖ്യാദ്രി സാനുക്കളെ മൊത്തം കൊണ്ടുവന്നു. ഈ നദികളൊക്കെ ഇല്ലാതെ ഇന്ന് നിങ്ങൾക്ക് നദികളൊന്നും കാണുന്നില്ല. എല്ലാ നദികളും മരിച്ചു. വയനാടിന്റെ പട്ടിൽ മാത്രമാണ് ഇപ്പോൾ നദികൾ ബാക്കിയുള്ളത്. നമ്മുടെ പൂക്കളുടെ പേര് വരുന്നത് ഓർമ്മയുണ്ട്. പാരിജാതം കണ്ടിട്ടുണ്ടോ? പാരിജാതം തിരുമിഴി തുറന്നു പവിഴമുന്തിരി പൂത്തു വിടർന്നു നീലോൽപ്പലമിഴി നീ മാത്രമെന്തിനുടന്നു. മൂടൽ മഞ്ഞ് മുലക്കച്ച കെട്ടിയ മുത്തണിക്കുന്നിൻ താഴ്വരയിൽ നിത്യകാമുകിയിലെ ഈ മൂടൽ മഞ്ഞ് മുലക്കച്ച കെട്ടിയ മുത്തണിക്കുന്നുകൾ പീരുമേട്ടിലെ കാറ്റ്, പച്ച കഞ്ചാവിൻ മണമുള്ള കാറ്റ്, പീരുമേട്ടിലെ കാറ്റ് എന്ന് പാട്ടുണ്ട്. ഇന്നിപ്പോ വേടന് നേരെ കേസാണ്. പച്ച കഞ്ചാവിൻ മണമുള്ള കാറ്റ്, പീരുമേട്ടിലെ കാറ്റ്. കറുത്ത സൂര്യൻ ഉദിച്ചു, കടലിൽ വീഞ്ഞ് തിളച്ചു, മഞ്ഞിന്റെ മുടി നരച്ചു, കഞ്ചാവ് പുക പരന്നു. ഇങ്ങനെ അങ്ങനെ അദ്ദേഹത്തിന് അങ്ങനെ അസഭ്യമായിട്ടൊന്നും ഉണ്ടായില്ല. വരുന്നോ എന്നല്ല വരുന്നത് പാടും. ഒരു കോമഡി പാട്ടാണ്. എന്താണ്? വയ്യുമ്പം വയറ്റിലേക്കൊരു ഉരുണ്ട് കേട്ടൻ, അടുത്ത വീട്ടിലെ ചെറുപ്പക്കാരന്റെ കടക്കണ്ണിലെ പൂവ്, അകത്തു നിന്നും മുളച്ചു വന്ന പ്രേമത്തിന്റെ പേര് സമം ചേർത്ത് അരച്ചിരച്ച് മൊഴിയാക്കി പ്രേമമേമൊഴി ചേർത്ത് മടുക്കുവോളം 3 നേരം കഴിച്ചാൽ നിന്റെ ഉരുണ്ട് കയറ്റവും 2 കയറ്റവും പമ്പാണ്. ഇങ്ങനെ വൈദ്യം വയലാർ എന്താ പറയാ, വയലാറെന്താ എഴുതാത്തത്? വയലാറിന്റെ പാട്ടുകളെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചാൽ അവസാനിക്കില്ല. ഞാനാണെങ്കിൽ ശാഖോപശാഖകളിലേക്ക് ഇങ്ങനെ ചാടി വയലാർ ഇത് പറയൂ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്റെ അകത്തിരുന്ന് മന്ത്രിക്കുന്നു. വയലാറിന്റെ പാട്ടുകൾ ഇനിയും മോചനം ആവശ്യപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പാട്ടുകളെ കുറിച്ച് വേണ്ട ഒരു പഠനം ഇതുവരെ നടന്നില്ല. നമ്മുടെ അക്കാദമിക് പണ്ഡിതന്മാരൊക്കെ മനുഷ്യൻ വായിക്കാത്ത കവിതകളിൽ 25 ഡോക്ടറേറ്റ് സീസും. ONV സാറിന്റെ ഡോക്ടറേറ്റ് ഉണ്ടോ? ONV സാറിന്റെ പാട്ടുകളിൽ ഡോക്ടറേറ്റ് എല്ലാവരും ഇല്ല. പി ഭാസ്കറിന്റെ പാട്ടുകളിലില്ല.
വയലാറിന്റെ പാട്ടുകളിൽ ഇവരുടെ കവിതകളിൽ ഡോക്ടറേറ്റ് എടുക്കാൻ നമ്മൾ സാഹിത്യം പഠിച്ചത് എന്താണ് പ്രയോജനം? നമ്മുടെ യൂണിവേഴ്സിറ്റികൾ ചെയ്യുന്നത് ആരോ പകർത്തി എഴുതിയത് കഴിഞ്ഞ 5 നൂറ്റാണ്ടായി പകർത്തി എഴുതി കൊടുക്കുക. വയലാർ ജീവിതമാണ് വൃശ്ചികമാസത്തിൽ മാനത്തെ കുഞ്ഞിന് വെള്ളോട്ടു പാത്രത്തിൽ പാൽ കണ്ണീരുപ്പിട്ട് കാണാത്ത വച്ചിട്ട് കർക്കിടകത്തിൽ കരിപ്പാടി പൊന്നുഷസ് കണി കണ്ണുണരാൻ പൊന്നുറങ്ങൂ. എൻ്റെ അമ്മ പട്ടിണി ഉള്ള രാത്രികളിൽ എനിക്ക് പാടി തന്നിട്ടൊരു പാട്ടാണ്. അമ്മ മരിച്ചു. ഇപ്പോഴും വയറ് വെച്ചുകൊണ്ടുമ്പോൾ ഞാൻ അമ്മയുടെ കണ്ണുനീര് വീണ വറ്റില്ലാത്ത കഞ്ഞിയെ ഓർക്കും. അങ്ങനെ ഓർക്കുന്ന മനുഷ്യർ അനേക ദുഃഖ നിമിഷങ്ങളിൽ മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല, തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല, മുതലാളിത്തമേ മുന്നിൽ ഇനി മുട്ടുമടക്കാൻ മനസ്സില്ല, ഇല്ലം കണ്ട് മരിച്ചിട്ടില്ല ഇവിടെ ഇന്നലത്തെ തൊഴിലാളി. ഇതൊക്കെ പക്ഷെ ഇവിടെ പറയാൻ പാടുന്നവരില്ല, പക്ഷെ ഇവിടെയും പറയേണ്ടതുണ്ട്. കാരണം സമരതീക്ഷ്ണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് വയലാർ വന്നത്. വയലാർ ജനിക്കുമ്പോൾ വയലാറിലെ പാടത്തും ചെടിയിലും നിറയെ ചോരയായിരുന്നു. രക്തസാക്ഷികളുടെ ചോര പരന്നൊഴുകിയ കായലിന്റെ തീരത്താണ് ആ തിരുമുൽപ്പാട് കൂട്ടി ജനിച്ചത്. പക്ഷേ അടിസ്ഥാന ജനവർഗത്തിന്റെ മരണമില്ലാത്ത പോരാട്ടങ്ങളിലേക്ക് ആ ചോരയിൽ ചെത്തിയാണ് വയലാർ നടന്നത്. ഇതൊക്കെ അനുഭവിച്ചാണ്, ചെറിയ ജീവിതം കൊണ്ട് എഴുതിയതല്ല. അനവധി ജീവിതം അനുഭവിച്ച് തീർത്തിട്ടാണ്. എത്രയെത്രയോ ദുഃഖിതാത്മാക്കളുടെ കൂടെ സഞ്ചരിച്ചതാണ്. അതുകൊണ്ടാണ് പുരാണം പറയാൻ വയലാറിനറിയാത്ത പുരാണമൊന്നുമില്ല. ഏത് സന്ദർഭത്തിലാണ് പുരാണങ്ങൾ വയലാർ പറഞ്ഞത്? സീതാദേവി സ്വയംവരം ചെയ്തൊരു ത്രേതായുഗത്തിലെ ശ്രീരാമൻ കൊണ്ടൊന്ന് തൊട്ടപ്പോൾ കണ്ടു കാട്ടിലെ കല്ലൊരു അഹല്യ എന്നൊന്നും വയലാർ പറഞ്ഞില്ല. പക്ഷെ അഹല്യുണ്ട്, ശ്രീരാമനുണ്ട്, അല്ലേ? 7 പൊന്നാനപ്പുറത്തെടുങ്ങളും ഏറ്റുമാനൂരപ്പ കൊടുന്നേൻ പാട്ട്. ഏറ്റുമാനൂരപ്പന് ഇത്രയും നല്ലൊരു പാട്ട് പിന്നീട് വയലാറില്ല, ഭാസ്കരനാണ് ഏറ്റുമാനൂരമ്പലത്തിൽ എഴുന്നള്ളത്ത് പാട്ട് എഴുതിയത്. ഇവർ രണ്ടുപേരും ദൈവവിശ്വാസമായിരുന്നില്ല. പക്ഷെ അവർ ഈശ്വരനെയും നിഷേധിച്ചില്ല. മനുഷ്യരുമായി ബന്ധപ്പെട്ട യാതൊന്നും വയലാർ നിഷേധിച്ചില്ല. ഒരു പാട്ടിൽ കാമുകിയുടെ ഹൃദയം പറയുന്ന പാട്ടുണ്ട്. പക്ഷെ അത് കുന്നത്ത് നിന്നത് ആ ചൂട്ട് കാണുന്നത് നാടൻപാട്ടിനുണ്ടായ പാട്ടാണ്. കുന്നത്തെ ദേവരോ അമ്പിളി മാമനോ ആ പാട്ട് പാടിയാൽ ഉറങ്ങാത്ത കുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ്. അത്ര ഹൃദയസ്പർശിയായ കാലഘട്ട. അതിൽ പറയുന്നത് അമ്പിളിമാമൻ കുഞ്ഞിന്റെ കൂടെ വരില്ല, നേരം വെളുക്കുമ്പോൾ കാണൂല. പക്ഷെ കുഞ്ഞിന്റെ അച്ഛനാണെങ്കിൽ കുഞ്ഞിനെ താഴത്ത് വെക്കുക. പൊന്നുമ്മ എന്നിട്ടും ഊണാരം ചോദിച്ചു, വന്നാൽ ഒരിക്കലും പോവില്ല. ഈ വന്നാൽ ഒരിക്കലും പോവില്ല എന്നുള്ളത് കുട്ടിയുടെ ആഗ്രഹമല്ല, പ്രണയിനിയുടെ ആഗ്രഹം. അമ്മയുടെ ആഗ്രഹം താരാട്ടുപാട്ടിലേക്ക് ഒളിച്ചു നടത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ചില പാട്ടുകളിൽ പ്രേമിക്കുന്നയാളാണല്ല രാജശില്പി, നീ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ, പുഷ്പാഞ്ജലിയിൽ പൊതിയാൻ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ. അവിടെ സ്ത്രീയാണ് പ്രേമിക്കുന്നത്. വയലാർ ആണായും പ്രേമിച്ചു, പെണ്ണായും പ്രേമിച്ചു. വയലാർ സകല സമരമുഖങ്ങളിലും പോരാടി. പ്രണയത്തിന് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി ജീവിതം അവസാനിക്കാത്ത പോരാട്ടമാക്കി മാറ്റി. നിലച്ചിരിക്കാത്ത ഏതോ ജീവിച്ചു മതിയാവാത്ത നിമിഷത്തിൽ മരണം വന്ന് വിളിച്ചു കൊണ്ടുപോയെങ്കിൽ കയ്യിൽ ഒരു ഇന്ദ്രധനുസ്സുമായി കാറ്റത്ത് പെയ്യുവാൻ വരുന്നുണ്ട് വയലാറിനോർമ്മ. വൈകിയെത്തിയ തുലാവർഷം നിങ്ങൾ പുറത്തിറങ്ങി പാളയത്തിൽ നോക്കിയാൽ പാളയം രക്തസാക്ഷി മണ്ഡപം കാണാം. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ 1957 പാളയം രക്തസാക്ഷി മണ്ഡപം എടുത്തല്ലേ? പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ 1957 1857 ആദ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിന്റെ സ്മരണ പുതുക്കാൻ ആദ്യത്തെ
കേരളത്തിലെ ഗവൺമെന്റ് ഒരു പാട്ടെഴുതാൻ ആളുകൾ അന്വേഷിച്ച് നാട് നീളം നടന്നു. അങ്ങനെയാണ് വയലാർ രാമവർമ്മയെ പിടിച്ചു കൊണ്ടുവന്ന് കുറഞ്ഞ സമയം കൊണ്ട് എഴുതി കൊടുത്തതാണ് ബലികുടീരങ്ങളെ, സ്മരണകളിലെങ്കും രണസ്മാരകങ്ങളെ, ഇവിടെ ജനകോടികൾ ചാർത്തും നുങ്ങളിൽ സമര ഉളകങ്ങൾ തൻ സിന്ദൂരമാലകൾ, ഹിമഗിരി മുടികൾ കുട്ടികൾ ഉയർത്തി കടലുകൾ പടഹമുയർത്തി, യുഗങ്ങൾ നീന്തി നടക്കും ഗംഗയിൽ വിരിഞ്ഞു താമരമുകുളങ്ങൾ, ഭൂപടങ്ങളിൽ ഒരു ഇന്ത്യ നിവർന്നു, ജീവിതങ്ങൾ കുടലൂരി എറിഞ്ഞു, ചുണ്ടിൽ ഗാഥകൾ കരങ്ങളിൽ പൂച്ചെണ്ടുകൾ, പുതിയ പൗരങ്ങളാണ്. അത് വയലാർ കണ്ടതാണ്, സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചൂടയിൽ നിന്നാണ്. പക്ഷെ അത് വയലാർ പല പാട്ടുകളിൽ ആവർത്തിച്ചിട്ടുണ്ട്. രക്തസാക്ഷികളെ രണാങ്കണങ്ങളിൽ ഇന്ത്യ വിടർത്തിയ രാജമല്ലെ പൂവുകളെ, നിങ്ങളുടെ അന്ത്യശ്വാസം കൊടുങ്കാറ്റൂതിയ മണ്ണിൽ സഖാക്കളെ. പക്ഷെ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് തുടങ്ങി സഖാക്കളെ മുന്നോട്ട് എന്ന കൃഷ്ണപിള്ളയുടെ വാക്കിലെത്തുന്ന ഇന്ത്യൻ രാഷ്ട്രീയ ദിശാപരിണാമങ്ങൾ മുഴുവൻ അടയാളപ്പെടുത്തി. കുതുമ്പുവെള്ളം തുഴഞ്ഞു വരും കൊച്ചു പുലക്കള്ളി, നിന്റെ കൊയ്ത്തരിവാൾ തീർത്ത ഏതൊരു കൊല്ലപ്പണിക്കാരി. അന്നൊരു കൊല്ലപ്പണിക്കാർക്ക് ഉണ്ടാവില്ല. ഉണ്ണിയാർച്ച പെണ്ണിന് പണ്ട് ഉറുമി തീർത്ത കൊല്ലത്തി, കന്നി തുലാ കാർമുകിലിന് വില്ല് തീർത്ത കൊല്ലത്തി, ഉദിക്കുമ്പം ചുവക്കുന്ന മാനത്ത് പുലയൂതി തീ പടർത്തണ കൊല്ലത്തി, വയലാറിലെ കുടിലുകൾക്ക് വിളക്ക് തീർത്ത കൊല്ലത്തി. ഇങ്ങനെ ഒരു കൊല്ലപ്പണിക്കാരത്തിയെ, ഒരു തൊഴിലാളി സ്ത്രീയെ, അനേക മനുഷ്യരെ സ്വപ്നത്തിന്റെ ഭാഷയിൽ, സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ, നിങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമേ ലോകം. ഇന്ദ്രനീലം കൊണ്ട് മാനത്ത് തീർത്തൊരു ഗന്ധർവ രാജാങ്കണത്തിൽ ഗന്ധർവരാജാങ്കണത്തിൽ അപ്സരകന്യകൾ നട്ടു വളർത്തിയ ചിത്രശലഭങ്ങൾ നിങ്ങൾ, സ്വർഗത്തിൽ നിന്നും വിരുന്നു വരാറുള്ള ചിത്രശലഭങ്ങൾ നിങ്ങൾ. ആ സ്വപ്നങ്ങൾ അവശേഷിപ്പിച്ചിട്ടാണ് വയലാർ പോയത്. സ്വപ്നം കാണാൻ മലയാളികളെ പഠിപ്പിച്ചത് വയലാർ. സ്വർണ്ണച്ചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ, സ്വർഗസീമകൾ ഉമ്മ വയ്ക്കുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ, ഹർഷമോഹനായി നിത്യവും നിന്റെ നിത്യതൂലികാശയിൽ വന്ന് പൂവിടുമായിരുന്നു എന്ന് പറഞ്ഞ കവിയുടെ സ്വപ്നങ്ങൾ 2025 മലയാളികളെ ആത്മഹത്യ ചെയ്യാതെയും ക്രിമിനലുകളാകാതെയും ആന്റി ഡിപ്രസന്റ് ഗുളികകൾ കഴിക്കാതെയും ജീവിക്കാൻ ശക്തി പകരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി നീട്ടിക്കൊണ്ടുപോയാൽ പാട്ട് കുഴപ്പത്തിലാകും. ഇപ്പോൾ ഞാനൊരു മണിക്കൂറൊക്കെ സംസാരിച്ചു, 1.5 മണിക്കൂർ ക്ഷമിക്കണം. ഞാൻ പ്രസംഗിച്ചപ്പോൾ സമയം പോയതറിയില്ല, നിങ്ങളും അടുത്തതായിട്ട് കാണിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രസംഗിച്ചു പോയത്. വേണമെങ്കിൽ 1.5 ദിവസവും എനിക്ക് സംസാരിക്കാം. നിങ്ങളൊരു വയലാർ സപ്താഹം നടത്തുകയാണെങ്കിൽ 7 ദിവസവും വന്ന് സംസാരിക്കാം. മറ്റ് സപ്താഹങ്ങളിലൊന്നും ആളുകൾ നന്നാവുന്നില്ല. അതുകൊണ്ട് നമുക്ക് പി ഭാസ്കരൻ സപ്താഹം, ഒരു ONV സപ്താഹം, ഒരു വയലാർ സപ്താഹം നടത്തി ഈ തിരുവനന്തപുരം നഗരത്തിലെ നല്ല മനുഷ്യരുടെ വലിയ കൂട്ടായ്മ സൃഷ്ടിച്ച്. കമുകറ അധികം പാട്ടുകൾ പാടിയിട്ടില്ല വയലാർ, കുറച്ച് പാട്ടുകളെ പാടിക്കും. ഒരു മനോഹരമായ പാട്ടുണ്ട്, ആകാശപ്പൊയ്കയിലുണ്ടൊരു പൊന്നും തൂണി, അക്കരയ്ക്കോ ഇക്കരയ്ക്കോ 1 കിലോളം എന്തായാലും സംഗമ സമതല ഭൂമി, സുന്ദര ഭാരത ഭൂമി, സ്വർഗീയ സുന്ദര ഭൂമി. കമുകറയുടെ ശബ്ദം ഒരു അസാധാരണ ശബ്ദം. യേശുദാസ് വരുന്നതിന് മുമ്പ് മലയാളിയുടെ മാതൃകാ ശബ്ദം കമുകറയെ. ഇന്നും ഈശ്വരത്തിൻ വഴി തോന്നിയ മനുഷ്യന് ശാശ്വതമേ ഉണ്ടെങ്കിൽ പാട്ടൊന്നും കേൾക്കാതെ മലയാളിക്ക് ജീവിക്കാൻ പറ്റില്ല. ഈ പാട്ടിൽ തന്നെ ഒരു വരിയും കൊടുത്തു. വയലാർ അനാഥ പെൺകുട്ടിയെ എങ്ങനെയാണ് കണ്ടത്? കനകത്തോണിപ്പടിയിരിക്കണ കറുത്ത പെണ്ണെ, നീ എന്നെ പോലൊരനാഥ പെൺകുടിയല്ലെന്നാരു പറഞ്ഞു, കന്നിരാവിന് കളഞ്ഞു കിട്ടിയ കറുത്ത പെണ്ണെ, നീ അല്ലിപ്പൂവുകൾ വിറ്റ് നടക്കുകയല്ലെന്നാര് പറഞ്ഞു. നമുക്ക് എന്ത് സമർത്ഥമായിട്ടാണ്. ഞാൻ അനാഥ പെണ്ണാണ്, പക്ഷെ കനകത്തോണിപ്പടിയിലിരിക്കുന്ന കറുത്ത പെണ്ണെ, നീ എന്നെ പോലൊരു അനാഥ പെൺകുടിയല്ലെന്ന് ആരാണ് പറഞ്ഞത്? അനാഥനാണ് നമ്മൾ ഭൂമിയിൽ എല്ലാവരും. കറുത്ത രാവിന് വെളുത്ത രാവിന്
കന്യനിലാവിനെ കളഞ്ഞു കിട്ടിയ കറുത്ത പെണ്ണെ, നീ അല്ലിപ്പൂവുകൾ വിറ്റ് നടക്കും. ഇവൾ അല്ലിപ്പൂ വിറ്റ് നടക്കുന്ന ഒരു അനാഥ പെണ്ണാണ്. ഈ അനാഥരുടെ സാക്ഷാത്കാരം കൂടി വയലാർ ചെയ്തു. അവസാനിപ്പിക്കുകയാണ്. അല്ല, അവസാനിപ്പിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. തുട്ടിപ്പുണ്യങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ, തുട്ടിപ്പുണ്യങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ, കൊളുത്തി നിങ്ങൾ തലമുറ തോറും കെടാത്ത കൈത്തിരി നാളങ്ങൾ, കൊളുത്തി നിങ്ങൾ തലമുറ തോറും കെടാത്ത കൈത്തിരി നാളങ്ങൾ. നിങ്ങൾ നിന്ന സമ കണ്ണട പൂവിൽ നിങ്ങൾ നിന്ന കവചങ്ങളുമായി, നിങ്ങൾ നിന്ന സമ കണ്ണട പൂവിൽ നിങ്ങൾ നിന്ന കവചങ്ങളുമായി. ബാക്കി ഒഴിപ്പിച്ചാൽ മതി. ഇവിടെ മുഴുവൻ പാടാൻ മര്യാദ എന്നെ അനുവദിക്കുന്നില്ല. പക്ഷേ എല്ലാവരും പാടുന്ന പാട്ടാണ്, ജനത പാടിയ പാട്ടാണ്. അത്തരം പാട്ടുകളാണ് വയലാറിനെ നഷ്ടമാക്കിയത്. വയലാറിന് മരണമില്ല, എനിക്ക് മരണമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. കുതിരപ്പുറത്ത് ഞാൻ പഞ്ഞു പോകുമ്പോൾ ചുറ്റും കുതിറി തുള്ളി തുള്ളി ചാട്ടവാറിളകുമ്പോൾ നടുങ്ങി പോകുന്നില്ലേ ദിഗന്ധങ്ങളിൽ. ആ യാത്രയാണെന്ന് കാണുന്നത്. ആ യാത്ര എനിക്ക് മരണമില്ല എന്ന് പറഞ്ഞാണ് വയലാർ അവസാനിപ്പിച്ചത്. പോകൂ മരണമേ പോകൂ, നിന്നെ ഏകാന്തതയിൽ വന്ന് ഉടുതുണി മാറാൻ എനിക്ക് മനസ്സില്ല, എനിക്ക് മരണമില്ല. പാട്ട് പറഞ്ഞിരിക്കാൻ വാസാംശു ജീർണാനി യഥാവിഹായ ഗീതയിലെ ശ്ലോകമാണ്. വസ്ത്രം പഴയത് ഉപേക്ഷിച്ചിട്ട് പുത്തൻ ധരിക്കുന്നത് പോലെയാണ് മരണം. പക്ഷെ എനിക്ക് അതിന് മനസ്സില്ല. നീ ഏകാന്തതയിൽ വന്ന് ഉടുതുണി മാറാൻ എനിക്ക് മനസ്സില്ല, എനിക്ക് മരണമില്ല എന്ന് 50 വർഷം മുമ്പ് പ്രഖ്യാപിച്ചു പോയ വയലാർ 50 മന്വന്തരങ്ങൾ കഴിഞ്ഞാലും ഭൂമിയിൽ മനുഷ്യനുള്ള കാലം വരെ ജീവിക്കും. ആ മരണമില്ലാത്ത കവിക്ക് എൻ്റെ ഹൃദയാഭിവാദനങ്ങൾ. നമസ്കാരം.